മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വായനകൾ, നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും കാതലായ സന്ദേശം, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ത്യജിക്കാതെ ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ചില സാക്രിഫൈസുകൾ ഏറ്റെടുക്കാതെ, പരിപൂർണമായ സമർപ്പണം ദൈവത്തിൻ്റെ മുമ്പിൽ നടത്താതെ ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതൊക്കെ പോകുമായിരിക്കും, പക്ഷെ സ്പിരിച്വൽ ഫ്രൂട്ട്സ്, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ അവൻ തൻ്റെ ജീവിതത്തിൽ ത്യാഗങ്ങൾ എടുക്കാൻ തയ്യാറാകണം. ഇന്നത്തെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു സന്ദേശം വളരെ ശക്തമായിട്ട് നമ്മളെ വിശുദ്ധ ലോറൻസ് പഠിപ്പിക്കുന്നുണ്ട്. അക്കാലത്ത് സഭയുടെ ഡീക്കനായിരുന്ന ഈ വിശുദ്ധൻ സഭയുടെ ഔദ്യോഗികമായ ഭൗതിക സമ്പത്തിൻ്റെയും പാവപ്പെട്ടവരുടെയൊക്കെ ഇൻചാർജായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ അതോറിറ്റികൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സഭയുടെ സമ്പത്തെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ലോറൻസ് പുറത്തേക്ക് ഇറങ്ങി സഭ നോക്കിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവർ, വിധവകൾ, പട്ടിണി പാവങ്ങൾ, ദരിദ്രർ എല്ലാവരെയും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു. സഭയുടെ സമ്പത്തല്ല ചോദിച്ചതാണ് സഭയുടെ സമ്പത്ത്. അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു, കൊല്ലാൻ അവർ ഉത്തരവിട്ടു. അങ്ങനെയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ വറചട്ടിയിലിട്ട് ആണ് ലോറൻസിനെ കൊന്നുകളയുന്നത്, രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുന്നത്. ഈ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഈ വിശുദ്ധനെ സഭ ഇന്ന് കൊമേഡിയൻസിൻ്റെ മധ്യസ്ഥനായിട്ടാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഇങ്ങനെ വറചട്ടിയിലിട്ട് ഇങ്ങനെ പഴുത്തിരിക്കുന്ന കമ്പിമേൽ വെച്ച് ഇങ്ങനെ ശരീരം വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോറൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഒരു ഭാഗം കരിയാൻ തുടങ്ങിയിട്ടുണ്ട്, തിരിച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും. അത്രയും പൊള്ളുന്ന തീയുടെ നടുവിൽ, ചുട്ടുപൊള്ളുന്ന വേദനയുടെ നടുവിൽ തമാശ പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? സരസമായിട്ട് തന്നെ വറുത്തുകൊണ്ടിരുന്നവരോട് പറഞ്ഞ് അല്പം മറച്ചിടുവാണെങ്കിൽ നല്ലതാണ്, ഒരു സൈഡ് കരിയാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ടാണ് സഭ ഈ വിശുദ്ധ ലോറൻസിനെ കൊമേഡിയൻസിൻ്റെ മധ്യസ്ഥനായിട്ട് കൂടിയാണ് കാണുക. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ത്യാഗം അനേകം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കാരണമായി. അതുകൊണ്ടാണ് ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം. ചിയർഫുൾ ഗിവർ. പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ചില കൊടുക്കലുകൾ നിർബന്ധപ്രകാരമുള്ള കൊടുക്കലുകളുണ്ട്. ചിലതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചന ഉള്ളതുകൊണ്ടാണ്. ചില കല്യാണ വിളികൾ പോലും അല്ലേ, ചില സമ്മാന കൊടുക്കലൊക്കെ പോകും, കൊണ്ട് കൊടുക്കും, നമ്മുടെ ആവശ്യമാകുമ്പോൾ നമുക്ക് കിട്ടും എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇതിനകത്ത് ആദ്യ വായനയിൽ പറയുന്ന നൽകൽ അതല്ല, സന്തോഷത്തോടെ കൊടുക്കുക, ഒന്നും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുമില്ല, ത്യാഗ മനോഭാവത്തോടുകൂടി കൊടുക്കാൻ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ നമ്മുടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഡ്രസ്സൊക്കെ കൊണ്ടുവരാമെന്നിട്ട് ഞാൻ എനിക്കൊന്ന് 1 ലോറി ഡ്രസ്സുണ്ട്. അത് ഇന്ന് 1/2 ലോറിയോളം ഇന്നലെ പോയിട്ടുണ്ട്. എവിടെ നിന്നാണ് വന്ന ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പകുതിയിലധികം അവിടെ കാണുന്നില്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന് തന്നവരാണ്. രാവും പകലൊക്കെ ഞാൻ ഓരോരുത്തർ, അറിയാവുന്നവർ അറിയാൻ പാടില്ലാത്തവരൊക്കെ ബാഗ് തൂക്കി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ സന്തോഷത്തോടെ നൽകിയവരാണ് നിങ്ങളെല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് നൽകാൻ പല രീതിയിൽ നൽകാം. സന്തോഷത്തോടെ സഹോദരങ്ങൾക്ക് നൽകുന്നത് പോലെ തന്നെ സാമ്പത്തിക നൽകൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ ദൈവത്തിനായി തന്നെ നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ സ്വാർത്ഥതയെ, അഹങ്കാരത്തെ, ഇതിനൊക്കെ ബലി കഴിക്കാൻ, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാൻ തക്ക വിധത്തിൽ മരിക്കാൻ. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മളിൽ മരിച്ചാലേ നമുക്ക് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ, നിത്യജീവന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വാർത്ഥത മരിക്കുന്നിടത്താണ് പരസ്നേഹത്തിൻ്റെ ആ ഒരു ജനനം ഉണ്ടാകുന്നത്. നമ്മളിലുള്ള അഹങ്കാരം മരിക്കുന്നിടത്താണ് എളിമയെന്ന പുണ്യം വളരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിൽ ചിലതൊക്കെ മരിക്കാൻ നമ്മൾ തയ്യാറാകുന്നിടത്താണ് ആത്മീയ ഫലങ്ങൾ, പുണ്യങ്ങൾ നമ്മളിലൂടെ വളരുകയുള്ളൂ. ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നിടത്ത്
ത്യാഗം മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്തെല്ലാം സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മുടെ ആരോഗ്യം മറന്നുകൊണ്ട് പോലും ചിലപ്പോൾ ചില കുടുംബാംഗങ്ങൾ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്കൊക്കെ വേണ്ടി അധ്വാനിക്കുന്നില്ലേ? അതിനകത്ത് ത്യാഗമുണ്ട്. എന്തുകൊണ്ടാണ്? കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നിടത്ത് ഒരുവനെടുക്കുന്ന ആ സ്നേഹത്തെ പ്രതിയുള്ള ത്യാഗത്തിലാണ് ആത്മീയ ഫലങ്ങളുള്ളത്. ബാക്കിയൊക്കെ ഭൗതിക ഫലങ്ങളും കുടുംബത്തിൽ നിലനിൽക്കേണ്ട ആ സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ കാരണത്തിൻ്റെ മീതെയാണെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരുവനെടുക്കുന്ന ത്യാഗങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതും അവനെ ആത്മീയ സമ്പന്നനാക്കുന്നതും. നമ്മൾ എത്രമാത്രം ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ഞാൻ എന്നിൽ തന്നെ മരിക്കാനും, എത്രമാത്രം ത്യാഗങ്ങൾ എടുക്കാനും, സുവിശേഷത്തെ പ്രതി എത്രമാത്രം സഹിക്കാനും തയ്യാറായി, ക്ഷമിക്കാൻ തയ്യാറായി, എളിമപ്പെടാൻ തയ്യാറായി, വിട്ടുകൊടുക്കാൻ തയ്യാറായി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരാൻ തക്ക വിധത്തിൽ എന്നിലുള്ള ദുർഗുണങ്ങളെ, ദൈവസ്നേഹത്തിന്, ദൈവിക സ്വഭാവത്തിന് ചേരാത്തതിനെ ത്യജിക്കാനും നശിപ്പിക്കാനും, മറ്റൊരാൾക്കിൽ നമ്മൾ മരിക്കാനും തയ്യാറാകുന്നിടത്താണ് നിത്യജീവന്റെ ആത്മീയ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കുക. കൊണ്ട് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ ജീവിതത്തിൽ ത്യാഗങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ലോറൻസിന്റെ പ്രത്യേക മാധ്യസ്ഥം തേടുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.